ഹരി. പേര് ഹരി. പേര് ഹരി. വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് പേര് അറിയില്ല. കറക്റ്റായിട്ട് പറയാന്ന് വെച്ചാൽ ഞാൻ വലുതായിട്ട് വന്നിട്ടില്ല വീഡിയോയിലൊന്നും. പിന്നെ അറിയപ്പെടാനായിട്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഇവരോട് പണ്ടോട്ട് വീഡിയോ ചെയ്യുന്ന സമയം തൊട്ടേ ഉണ്ട്. പണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതും വീഡിയോ ചെയ്യുന്നവരായാലും ഞാൻ പണ്ടോട്ടെ കൂടെ തന്നെ ഉണ്ട് ഇപ്പോഴും. അമ്പാടിയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടുമാണ്. അപ്പൊ നമ്മുടെ താരം നടുക്കിരിക്കുന്ന കുഞ്ഞുകുട്ടിയാണ് അല്ലേ? പേരെന്തായിരുന്നു? അവന്തിക. അവന്തിക. അവന്തികയെ ഞാൻ കാണുന്നത് പൊന്മാനിലാണ് അല്ലേ? ഒന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു. എങ്ങനെ ചാൻസ് കിട്ടിയേ? ഓഡീഷന് പോയി സെലക്ട് ചെയ്തു. എന്താ അവര് ചെയ്യിപ്പിച്ചെന്താ? മാർക്കിന്റെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് മാർക്ക് പറഞ്ഞിട്ട് ടൂറിന് ഓട്ടേന്ന് ചോദിച്ചപ്പോ വഴക്ക് പറഞ്ഞിട്ട് കരയുന്ന ഇതായിരുന്നു. കരയുന്ന സീനായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തോ? അപ്പൊ സെലക്ട് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ജോലിശങ്കർ സാറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ. പിന്നെ എന്തുവായിരുന്നു, ബേസൽ സാറൊക്കെ ഇരുന്ന് മാത്സ് ഒക്കെ പഠിപ്പിച്ചു തന്നു. ഭയങ്കര എൻജോയ് ആയിരുന്നു സെറ്റിലൊക്കെ. ഇഷ്ടമാണോ? അഭിനയിക്ക് ഇഷ്ടമാണോ? സിനിമയിലാണോ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാ. ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? എല്ലാവരുടെ കൂടെ അഭിനയിക്കണം അങ്ങനെ. എന്നാലും ഒരു നടൻ കാണുമല്ലോ, ഇഷ്ടപ്പെട്ട നടൻ? വിജയുടെ കൂടെ അഭിനയിക്കണമെന്നാണോ? ആര് മോളായിട്ട് അഭിനയിക്കണം? അഭിനയിക്കണം. അപ്പൊ ആഗ്രഹം എന്തായാലും സാധിക്കുമല്ലേ? ചേട്ടൻ എങ്ങനെയുണ്ട്? അമ്പാടി ചേട്ടൻ പാവമാണോ? വഴക്കൊക്കെ പറയോ വീഡിയോ എടുക്കുമ്പോ? ഇല്ല, ഒന്നും പറയില്ലേ? ഈ ചേട്ടൻ ഹരിച്ചേട്ടനോ? ആരും വഴക്ക് പറയില്ലേ? തിരിച്ച് നീ പറയാറില്ലേ വഴക്ക്? ഒന്നും പറയില്ലേ? അടി കൂടത്തേ ഉള്ളൂ. ഉപദ്രവിക്കുവോ? ഇല്ല. ഇപ്പൊ നമ്മുടെ അമ്പാടിയിലേക്ക് വരുമ്പോ ഇപ്പൊ നടക്കുന്നത് നിങ്ങളുടെ കല്യാണക്കാര്യമാണ്. ഏകദേശം 3-4 ആഴ്ച ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അമ്പാടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും വൈഫിനെ. ഇതാണ് എന്റെ വൈഫ്. പേര് സുഭാന. പിന്നെ ഞങ്ങള് 3 വർഷം റിലേഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളെ മാരേജ് കഴിഞ്ഞത്. പിന്നെ വീട്ടിലൊന്നും കുഴപ്പമില്ലായിരുന്നു. എല്ലാം ഒളിച്ചോട്ടം ആണെന്നാണ് ഞാൻ കേട്ടത്. അതെ, ചെറുതായിട്ട് ചെറിയ ഒളിച്ചോട്ടം. എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു കഥ? അങ്ങോട്ട് പറയും. കഥ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളെ വേറെ കല്യാണം ആലോചിച്ചു. അപ്പം ഇവിടെ ഞാൻ വിളിച്ചോണ്ട് വരുന്ന 2 ദിവസം മുന്നേ, 2 ദിവസം കഴിഞ്ഞ് ഇവിടെ അച്ചാരോ വളയിടിയില് ആ വളയിട്ട് ഇവരെ കുടുംബക്കാരെ വിഷമിപ്പിക്കണ്ട, ആ വരുന്നവനെ വിഷമിക്കണ്ട വെച്ച് നേരത്തെ അങ്ങ് ഞങ്ങള് ചാടി. ഇല്ല, എന്തിനാ വെറുതെ 2 കുടുംബത്തിനെ വിഷമിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കാര്യങ്ങളൊക്കെ ചെലവ് ചുരുങ്ങി. ഞങ്ങളെ കല്യാണം നൈസായിട്ട് ചെറുതായിട്ടങ്ങ് നടത്തി. അമ്പലത്തിൽ പോയി, കടലമ്പലത്തിൽ പോയി താലി കെട്ടി രജിസ്റ്റർ ചെയ്ത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിലൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ നിലവിൽ നിങ്ങള് അമ്പാടിയുടെ വീട്ടിലാണോ നിക്കുന്നേ? അതെ, എന്റെ വീട്ടില്. അപ്പൊ സുബാനയുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തോ? ഇതുവരെ ചെയ്തിട്ടില്ല. കോളോ വിളി അങ്ങനെ ഒന്നും വന്നില്ല? ഇല്ല, ഒന്നും വന്നിട്ടില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കിയോ? നോക്കിയായിരുന്നു. പക്ഷേ കുറച്ച് ടാസ്ക് ആയിരുന്നു. സ്വാഭാവിക. നിങ്ങളുടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജും കൂടി ആയതുകൊണ്ട് അതാണോ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് വീട്ടില്? അതെ, നല്ല പ്രശ്നമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുടുംബക്കാര് കാസ്റ്റ് ബേസ് ചെയ്ത് അത്യാവശ്യം നോക്കുന്നേ. പിന്നെ ഞങ്ങളെ വീട്ടിൽ പിന്നെ അങ്ങനെ ഒന്നുമില്ല. കാസ്റ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് മതം ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ അപ്പ തന്നെ അക്സെപ്റ്റ് ചെയ്ത? എന്റെ തുടങ്ങിയപ്പോ തൊട്ട് വീട്ടിൽ അറിയാം. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് അമ്മയടുത്ത് ഞാൻ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കല്ലോ. അപ്പൊ വീട്ടില് വരെയൊക്കെ ചെയ്യുമായിരുന്നു. അത്യാവശ്യം അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര നല്ല മിങ്കിളാ. പുള്ളിക്കാരി നല്ല കമ്പനി ആയിട്ടൊക്കെ നിൽക്കുന്നോണ്ട് പിന്നെ കുഴപ്പമൊന്നും. വീട്ടിൽ ഇനി എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ സുബാനിക്ക്? അങ്ങനെ കൊണ്ട് തോന്നുന്നില്ല. ചെയ്യില്ല എന്നാണോ അവര്? ആയിരിക്കും. കുറച്ചാള് കഴിഞ്ഞറിയാം. ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ കല്യാണം. അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ കാണും ഇപ്പോഴും. നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഉമ്മയുടെയും വാപ്പയുടെയും കാര്യമാണെങ്കിൽ ഓക്കെ. കസിൻസും സിബ്ലിങ്സ് ഒക്കെ ഇല്ലേ? അവരൊന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ല? ഇല്ല, ആരും കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പോ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഞാനും മുസ്ലിം തന്നെയാണ്. അപ്പൊ മുസ്ലിംസിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ വേറൊരു കാസ്റ്റ് മാരേജ് നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കും. പ്രത്യേകിച്ച് പൊട്ടുവിടുന്നത്, സിന്ദൂരം വയ്ക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കാസ്റ്റിനകത്തോട്ട് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഓരോരുത്തരൊക്കെ പറഞ്ഞു. നാട്ടുകാരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനൊന്നുമില്ല. ഇവളായിട്ട് തന്നെ ഇരിക്കുക.
എനിക്കതാ ഇഷ്ടം. ഇപ്പം എന്റെ മതത്തിലോട്ട് വരാനോ ഹിന്ദു മതത്തിലോട്ട് വരാനോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇവളെന്താണോ അതും മതി. സുബാന ശരിക്കും ഈ ഇതിലൊക്കെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ട് അപ്പൊ അമ്മാടി പറയുന്നുണ്ടല്ലോ അവൾ ഇങ്ങോട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ അങ്ങനെ ആയിട്ട് തന്നെ ഇരുന്നാ മതി, പിന്നെ എന്തിനാ സിന്ദൂരത്തിന്റെ ഒക്കെ ആവശ്യം? അത് ഇങ്ങോട്ടൊന്ന് വന്നോണ്ട് കല്യാണം കഴിഞ്ഞൊന്ന് അറിയിക്കേ. കല്യാണം കഴിഞ്ഞ അത് ഇവളുടെ ഇവളുടെ സ്വന്തം ഐഡിയ അങ്ങനല്ല, ഞാനും ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ നോർമലി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വിചാരിക്കും എന്റെ ഫ്രണ്ട് ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ചില ടീമുകൾ പറയും തനക്ക് ഇപ്പോഴും അറിയാത്തവരൊക്കെ ഇല്ലേ, ഒരുപാട് പേരുണ്ട്. എന്റെ അടുത്ത് ഞാൻ ഇതണക്ക് പുറത്ത് പോയപ്പോഴത്തേക്കിനും 2-3 പിള്ളേർ എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വെച്ച് ഇത് ചേട്ടന്റെ ലൈനാണോ പറഞ്ഞിട്ട് വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളാ മാരേജ് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ടി തിരിച്ചാ പറയുന്നത്. നമ്മളെ തിരിച്ചാ പറയുന്നത്. എന്താന്ന് ഒരു പെണ്ണുമായിട്ട് പോയി കഴിഞ്ഞാൽ ദൂരം പെണ്ണെ വിളിച്ചോണ്ട് വരുന്നത്. ഇവ മറ്റതാ കൊറേ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും കണക്കൂർ എത്ര പെമ്പിള്ളാരെ കൊണ്ട് പോയിട്ടുണ്ട്? എത്ര പെമ്പിള്ളാരെ കൊണ്ട് അങ്ങനെ ആരും വന്നിട്ടില്ല. നീ ഇതുവല്ലം കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാ കൊച്ചു കാലത്ത് സംഭവിക്കുന്നേ? ഈ ചേച്ചി പുതിയതായിട്ട് വന്ന് ചേച്ചി ഇഷ്ടപ്പെട്ടോ? ഞങ്ങള് പണ്ടേ അറിയാം. അപ്പൊ കല്യാണത്തിന് മുമ്പും സുബാന വീഡിയോസിൽ ഉണ്ടായിരുന്നു? ഇല്ല ഇത് വീഡിയോ ചെയ്ത എന്റെ വീട്ടിൽ സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിലോട്ടും അല്ലാതെ സ്റ്റോറി ഒക്കെ ഇടും, അല്ലാതെ വീഡിയോക്ക് അതൊന്നും കൊണ്ടുവന്നില്ല. വീട്ടിൽ സീനാവെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം മാരേജ് കഴിഞ്ഞല്ലോ, എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ. പിന്നെ അവക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. വീഡിയോ ഒക്കെ ചെയ്യും, ചെറിയ രീതിയിലുള്ള റീലൊക്കെ ചെയ്യും. ഇതൊക്കെ വീട്ടുകാർ കാണുന്നുണ്ടായിരിക്കില്ലേ? ഉണ്ട്. അല്ല, ഞാൻ ഇത്രയും നാളും അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നതാ. കല്യാണം കഴിഞ്ഞപ്പോ ബ്ലോക്ക് ആക്കി. അടിപൊളി. ഹരിക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? കല്യാണം വിഷമം വരുന്നു. കരയിലട കണ്ണുനീരൊക്കെ തുടച്ചിട്ട് കണ്ണ് വെള്ളം വരുന്നു. സൂപ്പറാടാ, നൈസ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കുന്നതാ. അമ്പാടി പറ, എങ്ങനെയാണ് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും ആ ഒരു എക്സ്പീരിയൻസ്? മുമ്പ് റിലേഷൻ ആയിരുന്നപ്പം എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവള്. ഇതില് വ്യത്യാസമൊന്നുമില്ല, കഷ്ടപ്പാടോ കാര്യങ്ങളോ. വ്യത്യാസം ഉള്ളത് ഫോണിനാ. നല്ല റെസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് റിലേഷൻ ആയിരുന്നപ്പം എനിക്ക് വരുന്ന മിസ് കോള് കാര്യങ്ങളെല്ലാം ഇവിടെ ഡെയിലി 34-40. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം വെല്ലോടാൻ പോകുമ്പോ ഫോണൊന്നെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ കുത്തിയിട്ടൊക്കെ പോണം, അങ്ങനെ വിളിക്കുന്നതാ. അപ്പൊ ഞാൻ വിചാരിക്കും ചിലപ്പോ നീ അടിയായോണ്ട് മനഃപൂർവ്വം എടുക്കാതെ അടിയായി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ എടുക്കുന്നവരെ വിളിക്കും. പിന്നെ ഇപ്പം ഫോണിന് റെസ്റ്റ് ഉണ്ട്, എല്ലാം ഓക്കെ ആയിട്ട് അവിടെ തന്നെ ഇരിക്കുക. കല്യാണം മറ്റേ കലിപ്പന്റെ കാന്താരി ആയിരുന്നു അല്ലേ? അല്ലല്ല, അത്രക്കൊന്നും ഇല്ല. നോർമലി എല്ലാരും പറയും കലിപ്പന്റെ കാന്താരി ഓരോന്ന് പറയും. ഞങ്ങൾക്ക് പക്ഷെ ഇതുവരെയായിട്ടും ഫീൽ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് നമുക്കും അത്രല്ലേ അറിയത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, കുറച്ച് അങ്ങോട്ട് കഴിയുമ്പം. ഞാനത് ഓൾറെഡി അവളോട് ഞാൻ പറഞ്ഞു, റിലേഷനിലായിരുന്നപ്പോഴുള്ള ലൈഫ് ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട്. മാരേജ് കഴിഞ്ഞ് എല്ലാം നോക്കണം, എല്ലാം ഒന്ന് പക്വതയോടെ ഒന്ന് പെരുമാറണം. പുള്ളിക്കാരിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവാ. അത് നേരത്തെ ഒന്ന് മഞ്ചാടി വർക്കെ പറ്റി മനസ്സിലായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.